ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചക്കീസ് വ്ളോഗ്. പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു ഊട്ടിക്ക് പോയാലോ എന്ന്. അപ്പോൾ കിട്ടിയ സാധനങ്ങളും കെട്ടിപ്പെറുക്കിയിട്ട് ഇറങ്ങിയതാണ്. ഊട്ടിയിലേക്കാണ് നേരെ പോകുന്നത്. നമ്മളും അതേപോലെ ഏട്ടൻ്റെ ഫ്രണ്ടും ഫാമിലിയും ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും കളിക്കാനും പറയാനൊക്കെ ആൾക്കാരെ കിട്ടിയതിൻ്റെയും കളിക്കാൻ കിട്ടിയതിൻ്റെയൊക്കെ സന്തോഷത്തിലാണ്. ഞങ്ങളിതാ നേരെ പോയി ബത്തേരി വഴി പാട്ടവയൽ വഴിയുള്ള റൂട്ടാട്ടോ പോകുന്നത്. പൂപ്പൊലീൻ്റെ തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ടൗണിൽ നല്ല തിരക്കായിരുന്നു. ബത്തേരി കൂടെ നമ്മൾ പോയിട്ട് പാട്ടവയൽ വഴിയുള്ള വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് അങ്ങനെയാണ് പോകുന്നത്. വലിയൊരു തിരക്കൊന്നും ഇല്ലാത്തൊരു വഴിയാണ്. തമിഴ്നാട് അത് വരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. വലിയ പ്രിപ്പറേഷനും എക്സ്പെക്റ്റേഷൻസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ട്രിപ്പായിരുന്നു കേട്ടോ. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അതുപോലെ ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. മൊത്തത്തിൽ ത്രൂ ഔട്ട് ദ ട്രിപ്പ് നമുക്ക് നല്ല ഫുഡാണ് കിട്ടിയത്. സാധാരണ ഊട്ടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലൊരു ഫുഡ് സാറ്റിസ്ഫൈഡ് ആയിട്ട് കഴിക്കാൻ കിട്ടാറേ ഇല്ല. പക്ഷേ ഇപ്രാവശ്യം നല്ലതായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ അതും നല്ല അടിപൊളിയായിരുന്നു. നല്ല ക്ലീൻഡായിട്ടുള്ള നല്ല സൂപ്പർ ഹോട്ടലായിരുന്നു. നമ്മളൊരു 7-7:30 കൂടിയിട്ട് ഗൂഡല്ലൂർ എത്തിയിട്ടുണ്ടായി. അപ്പോൾ ഗൂഡല്ലൂരിൽ നിന്ന് നമ്മൾ ഉടുപ്പി ഹോട്ടലിൽ കയറിയിട്ട് എല്ലാവരും ഒരു ചായയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാട്ടോ ചെയ്ത്. രാത്രിയാണ് നമ്മൾ ഊട്ടിയിലെത്തിയത്. അപ്പോൾ പോകുന്ന ഒരു വഴി നല്ലതായിരുന്നു. ഇവൻ കണ്ടോ തക്കുടു നല്ല അടിപൊളിയായിരുന്നു. ഉച്ചുമ്പീൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. കുറേ ചോദ്യങ്ങളൊക്കെ അറിയാം ആശാന്. അപ്പോൾ കേട്ട് നോക്കും നിങ്ങളെ. പുതിയ ഫോൺ വാങ്ങി, അതിന് ചാർജ് ഇല്ല. അപ്പൊ പുതിയ ഫോൺ അങ്ങോട്ട് വാങ്ങി എല്ലാ ദിവസവും. എന്നിട്ട് മറ്റേ ആള് ഇതിപ്പോ 5 ദിവസം 5 ഫോണായല്ലോ. അപ്പൊ ചെങ്ങനെ അറിയാം ഏത് വയ്ക്കും 9 വയ്ക്കും. അങ്ങനെ അതാണ് സംഭവം. പെട്ടതാണ്. അല്ല ഒരാളില്ലേ, അച്ഛനും അമ്മയും പറയരുത്. അച്ഛനും അമ്മയ്ക്ക് അറിയാം. ഒരു സ്ഥലത്ത് ഒരു മരത്തില് 10 മാങ്ങണ്ട്. അപ്പൊ ഒരാള് നടന്നപ്പോ ഒരെണ്ണം വീണു. ഒന്നും കൂടി നടന്നപ്പോ വീണു. ഒന്നും കൂടി നടന്നപ്പോ വീണു. അങ്ങനെ 3 വട്ടം വീണു. അപ്പൊ ആ പ്ലാവില് എത്ര മാങ്ങ ഉണ്ടാവും? ആ മരത്തില് എത്ര മാങ്ങ ഉണ്ടാവും? മൊത്തം എത്ര വട്ടം നടന്നു? 3 വട്ടം. 10 അയാള് വീട് വേഗം പറഞ്ഞപ്പോ ആൻസർ കിട്ടിയില്ല. കാട്ടിലൊരു തുള്ളിച്ചോടാ മഞ്ചാടി. മുറ്റത്തെ ചെപ്പിനടപ്പില്ല. അത് കിണറ്. അത് പറഞ്ഞു. പിന്നെ ഒരു മുതലല്ലേ ഒരു ഐലൻഡിൽ പെട്ടടക്ക. അപ്പൊ എന്താക്കും? ആ മുതലേന്റെ അതിലൊരു ഫോൺ മാത്രമേ ഉള്ളൂ. ഫോൺ എന്തിനാ യൂസ് ചെയ്യില്ല. ടൗണിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ എത്തിയ ടൈമിൽ നല്ല തണുപ്പായിരുന്നു. പുറത്തൊക്കെ നല്ല മഞ്ഞായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. റൂം മുന്നേ ബുക്ക് ചെയ്തിട്ടൊന്നല്ല പോയിട്ടുണ്ടായിരുന്നേ. അവിടെ ചെന്ന് നമ്മൾ കണ്ട് റൂമൊക്കെ പോയി കണ്ടതിന് ശേഷമാണ് ചെക്ക് ഇൻ ചെയ്തത്. അത് കഴിഞ്ഞ് നല്ല റൂമായിരുന്നു. റൂമൊക്കെ കണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് തന്നെ പോയി. ഫുഡ് നമ്മൾ മേടിച്ചിട്ട് ഇങ്ങോട്ട് വരിക ചെയ്തത്. അപ്പോൾ ഇതാണ് ജസ്റ്റ് റൂമിൻ്റെ ഒരു മൊത്തത്തിലുള്ള വ്യൂ കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കെ. ഓൾറെഡി നമ്മൾ ഊട്ടിയിൽ വന്നിട്ട് സ്ഥലങ്ങളിലൊക്കെ പോയതുകൊണ്ട് തന്നെ ആർക്കും ഇന്ന സ്ഥലത്ത് പോകണം എന്നൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരെ മേലെ പോയിട്ട് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇങ്ങനെ മൊത്തം ലൈറ്റൊക്കെ കാണാൻ പറ്റില്ല. വീഡിയോയിൽ അത് കറക്റ്റ് കിട്ടുന്നില്ല.
അപ്പം അത് പോയിട്ട് ഞങ്ങളൊന്ന് കണ്ടു, മേലെ വരെ പോയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡും മേടിച്ച് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഇതാ ഇവർ ഇന്ന് ഫുഡൊക്കെ കഴിച്ചു, പിന്നെ നമ്മൾ കഴിച്ചു. അതിന് ശേഷം കിടന്നുറങ്ങി കേട്ടോ. രാവിലെ എഴുന്നേറ്റ് നമ്മൾ റൂമിൽ തന്നെ കെറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ചെറുതായിട്ടൊരു കോഫിയൊക്കെ ഇട്ട് കഴിച്ചു. ഇവർ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വ്യൂ പോയിൻ്റ് കാണാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു രാവിലെ. നമ്മൾ കുറേ നേരം കിടന്നുറങ്ങി. മഞ്ഞല്ലേ, മഞ്ഞയും തിരിച്ചുള്ള വഴി നോക്കട്ടെ നമുക്ക്. അടിച്ചിട്ടുള്ള കളി കാണാറുണ്ടാ മനസ്സിലാകുന്നില്ല കേട്ടോ. നോക്കിക്കോ, നമ്മൾ ഒരു രക്ഷയിലേതെ വീട്ടിൽ കേട്ട് എന്തെങ്കിലും കഴിക്കാണ്ട് ഇതിപ്പോ അങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങനെ പോയി നമ്മൾ അവസാനം ഹോട്ടലിൽ കണ്ടുപിടിച്ചു. കുറേ തിരഞ്ഞ് ലാസ്റ്റ് ലസാഗോ കൊത്ത് വന്ന ഹോട്ടലിൽ കയറി കഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പൂരി, ഇഡ്ഡലി, ദോശയും പിന്നെ അവരവരുടെ പൊങ്കൽ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗീ പൊങ്കലൊക്കെ മേടിച്ചിട്ട് ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നോർമൽ തമിഴ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ല അടിപൊളി ചട്നിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി വീണ്ടും ഒന്ന് ഫ്രഷായി. പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണിത്. പിന്നെ ചെക്കൗട്ട് ചെയ്തു റൂം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ടൗണിൽ കൂടെ നടക്കുകയാണ്. വലിയ ലക്ഷ്യമൊന്നുമില്ല, എന്നാലും നടന്നിങ്ങനെ പോവുകയാണ്. എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ചു, മക്കൾക്കൊക്കെ മേടിച്ചു. കഴിക്കാൻ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ചു, സ്നാക്സ് ആയിട്ടും ഒക്കെ മേടിച്ചു. നമ്മളിതാ ഈ നമ്മളെ ഗാർഡൻ്റെ അടുത്തുള്ള ഷോപ്സ് ആണ് കേട്ടോ അതൊക്കെ. അവിടെ പോയിട്ട് ഇതാ മാജിക് ഒക്കെ പഠിച്ചു. டைரி இருக்கு, ரெண்டு பக்கம் ஒண்ணு இல்ல, மேஜிக் அண்ட் ஜஸ்ட் பிக்சர்ஸ். இந்த மாதிரி பசங்களுக்கு மைண்ட் யூஸ் பண்றதுக்கு டைஸ் இருக்கு. இது பாருங்க, 2 கார்டு இருக்கு, அப்படியே குச்சி மேல வச்சுனா മാജിക് കണ്ട് അന്തം വിട്ട് അവസാനം മാജിക് പഠിക്കാനുള്ള സാധനമൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. പിന്നെ നമ്മൾ വീണ്ടും ഞാനും ചരണ ചേച്ചിയും കൂടെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ അങ്ങനെ കുറേ മേടിച്ചു. ഇതൊക്കെ ആ ഗാർഡൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ എന്തൊക്കെയോ കഴിച്ചത്. പിന്നെ നല്ല കട്ട റേറ്റാണ് എല്ലാ സാധനത്തിനും. പിന്നെ അത് ഇവർക്ക് മുടി വേണമെന്ന് പറഞ്ഞിട്ട് മുടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മുടിയൊക്കെ വെച്ചിട്ടായി പിന്നെ ലാസ്റ്റ് കുറേ നേരം നടത്തി. ഇവൻ ആണെങ്കിൽ മറ്റേ മാജിക്ക് പഠിപ്പിച്ചിട്ട് ആ സാധനം കൊടുത്തപ്പോൾ തൊട്ട് ഇവൻ കയ്യിൽ നിന്ന് താഴെ വെച്ചിട്ടില്ല. ഈ വൃത്തവും പിടിച്ചിട്ടാണ് നിൽക്കുന്നത് മൊത്തം. പിന്നെ രണ്ടുപേരും മുടിയൊക്കെ വെച്ച് ടിൻസിനെ പോലെ ഉണ്ടായിരുന്നു രണ്ടുപേരും. നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഞാൻ ഈ തൊപ്പിയൊക്കെ ഇട്ട് നോക്കി, മേടിച്ചില്ല കേട്ടോ. ഇട്ട് നോക്കി. പിന്നെ പിന്നെയും ടൗണിൽ കൂടെ നടക്കാൻ തുടങ്ങി. അപ്പോൾ റോട്ടിൽ കൂടെ പോകുന്നവർ മൊത്തം ഇവരെ നോക്കുന്നുണ്ടായിരുന്നു, ട്വിൻസ് ആണോ എന്നൊക്കെ വെച്ചിട്ട്. പിന്നെ നമ്മൾ അവിടുന്ന് ചോക്ലേറ്റ് അങ്ങനത്തെ എന്തൊക്കെയൊക്കെയോ അവിടെ കിട്ടുന്ന നാച്ചുറൽ ഓർഗാനിക് സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചു. എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ മേടിച്ചു. ഇതൊരു കട കേട്ടോ, ഫാഷൻ ഡെസ്റ്റിനേഷൻ എന്തോആണ് പേര്. എല്ലാ സാധനങ്ങളും ഉണ്ട്. 49 രൂപ തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ഒരു കട ഉണ്ട്, 9 റുപ്പീസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ചെറിയ ചെറിയ സാധനങ്ങളാണ്, പക്ഷേ എല്ലാം നല്ല യുണീക്കായിട്ടുള്ള അടിപൊളി ഐറ്റംസ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നടന്നു. പിന്നെ പോയി ഇറങ്ങി ഊട്ടി ടൗൺ വിട്ടു. പോകുന്ന വഴിക്ക് നമ്മൾ ലഞ്ചും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇവന്മാർക്ക് രണ്ടുപേർക്കും പാർക്ക് പോകണം, കളിക്കണം എന്നൊക്കെ പറഞ്ഞ്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ വേറൊരു കറക്റ്റ് ടൂറിസ്റ്റ് പ്ലേസിലേക്കായിട്ടൊന്നും പോയിട്ടില്ല. ആകെ വന്നു, അവിടെ നിന്നു, കുറച്ച് നേരം വണ്ടിയിൽ പോയി, കുറച്ച് നേരം ടൗണിൽ കൂടെ കറങ്ങിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ പാർക്ക് ലക്ഷ്യം വെച്ച് പോവുകയാണ്. അപ്പോൾ ബോട്ട് ഹൗസിൻ്റെ അവിടെ ഒരു പാർക്കുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കറക്റ്റ് ബോട്ട് ഹൗസിൻ്റെ അവിടേക്ക് പോയി. അപ്പോൾ മേലെ കൂടെ ട്രെയിൻ പോകുന്ന ആ വഴിയൊക്കെ കേട്ടോ ഒന്ന് കണ്ടേ. അപ്പോൾ കണ്ടു, കുതിരേനെയൊക്കെ കണ്ട് എല്ലാവർക്കും ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടപ്പോൾ ഹോഴ്സ് റൈഡിങ്ങിന് പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ പാർക്കിൽ കളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചു എല്ലാവരും. അങ്ങനെ കളിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. അവിടെ ഞങ്ങൾ കുറച്ച് റൈഡിലൊക്കെ കയറി. ഇവന്മാരും കുറേ നേരം കളിച്ച് പിന്നെ നമ്മൾ ഇറങ്ങി.
നമ്മളപ്പോൾ അവിടുന്ന് ഹൈദരാബാദി ഷാഹി ബിരിയാണി സെൻറ്ററിൽ നിന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ലഞ്ചും കഴിച്ചിട്ട് ഊട്ടി ടൗണ് നമ്മൾ വിട്ടുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അടിപൊളി ട്രിപ്പായിരുന്നു. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. തിരിച്ചു വരുമ്പോൾ എല്ലാവരും അത് പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. എന്താ വെച്ചാൽ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് പോയ ട്രിപ്പായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രിപ്പ് അവസാനിപ്പിക്കുന്ന പോലെ ഇനി വീണ്ടും നമുക്ക് ഓരോ സ്ഥലത്ത് പോകണം, മൂന്നാർ പോകണം, ഇനി അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറയുന്ന പോലെ തന്നെ വീണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടുത്ത പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് നമ്മളും ട്രിപ്പ് അവസാനിപ്പിച്ചിട്ടുണ്ട്. വരുന്ന വഴിക്ക് നമ്മൾ ഒരു ചേച്ചി അവിടെ ക്യാരറ്റൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ ക്യാരറ്റും അതൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ അതാ നൂൽപ്പൂ ചെക്ക് പോസ്റ്റിലെത്തി നമ്മൾ ഇവിടെ നിന്ന് ഒരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി കട്ടൻ ചായയും കുടിച്ച് ഷോബാസൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തി ടാറ്റ ബൈ ബൈ പറഞ്ഞ് ട്രിപ്പ് അവസാനിപ്പിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഊട്ടി കുഞ്ഞ് ട്രിപ്പ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.